Good morning. Good morning, Miss. Good morning, madam. Okay, good morning. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? എല്ലാവരും സെറ്റ് അല്ലേ? അപ്പൊ തുടങ്ങാം. അപ്പൊ നമ്മള് ഇന്നലത്തെ ക്ലാസ്സില് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മളെല്ലാവരും പറഞ്ഞു ഇന്നലത്തെ ക്ലാസ്സില്. നമ്മള് വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞു. അതുപോലെ വെയിറ്റിംഗ് പീരീഡില് കവർ ചെയ്യാത്ത അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ? ഏതൊക്കെ ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസുകളാണ് ഉള്ളത് അല്ലെ? നമുക്കൊരു 5 എണ്ണം പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹോസ്പിറ്റലൈസേഷൻ കവർ, പിന്നെ ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ, ടോപ്പ് അപ്പ് കവർ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ തുടങ്ങി വെച്ചു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് തുടങ്ങി വെച്ചു. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഇത്രയും ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. എന്താണ് ക്ലാസ്സിൽ കുട്ടികൾ കുറവാണല്ലോ? ഇത് പറ്റി 17 പേരുള്ളല്ലോ ക്ലാസ്സില്. ഓരോ ദിവസം ചിലർ ലോപിച്ച് വരികയാണല്ലോ. എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അല്ലെ? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസുകളാണ് കേട്ടോ. അപ്പോ ആ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പൊ 3 പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം ഈസ് മാൻഡേറ്ററി ഐദർ ബൈ ദ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. ഒന്നില്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം ആളുകള് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം. മാൻഡേറ്ററി പാർട്ടിസിപ്പേഷൻ ആണ്, നിർബന്ധമായിട്ടും അതില് പങ്കെടുത്തിരിക്കണം അല്ലെ? ഇപ്പൊ ഒരു ഗവൺമെന്റ് ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇന്നലെ പറഞ്ഞു, ഇപ്പൊ ഒരു നിയമം മൂലം അനുശാസിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പറയാണ്, നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും, അത് പ്രൈവറ്റ് സെക്ടറിലായിക്കോട്ടെ ഗവൺമെന്റ് സെക്ടറിലായിക്കോട്ടെ, എല്ലാ പൗരന്മാരും എന്താണ് ഗവൺമെന്റിന്റെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാക്കണം എന്ന് നിയമം മൂലം അനുശാസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ആളുകളും അതിന്റെ ഭാഗമായിരിക്കും അല്ലെ? പിന്നെ മാത്രമല്ല അവരുടെ എന്താണ് വേതനത്തിന്റെ അല്ലെങ്കിൽ അവരുടെ സാലറിയിലെ ഒരു നിശ്ചിത ഭാഗം ഗവൺമെന്റ് ഈ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് പിടിക്കും അല്ലെ? അങ്ങനെയാണല്ലോ. അപ്പൊ ആ രീതിയിൽ ഒന്നില്ലെങ്കിൽ ലോ പ്രകാരം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം, അതായത് ഒരു ജോലി പ്രൈവറ്റ് സെക്ടർ ആണെന്ന് ഇരിക്കട്ടെ, അപ്പൊ തൊഴിലുടമകള് തൊഴിലാളികളോട് ജോലികളുടെ ടേംസ് ആൻഡ് കണ്ടീഷന്റെ ഭാഗമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാകണം. അത് കണ്ടീഷൻ ഫോർ ദ എംപ്ലോയ്മെന്റ്, അവരുടെ ജോലിയുടെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ എംപ്ലോയീസ് എന്താണ് അതിൽ പങ്കാളികളാവില്ലേ? അപ്പൊ അതുകൊണ്ട് മാൻഡേറ്ററി പാർട്ടിസിപ്പേഷൻ ആണ് ഒന്നാമത്തെ പ്രത്യേകത, ഐദർ ബൈ ദ ലോ ഓർ ബൈ ദ കണ്ടീഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഇതാണ്, the program is exercised on behalf of a group and limited to the group members. എന്താണ് പറയുന്നത്? The program is exercised on behalf of a group and limited to the group members. എന്ന് പറഞ്ഞാല് ഈ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രയോഗിക്കുകയും ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾക്കായിട്ട് പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. എന്ന് പറഞ്ഞാല് ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സ്കീമാണ് ശരിക്കും. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്കായിരിക്കാം
ഓക്കെ, ഇപ്പൊ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ഒരു നമ്മുടെ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ, ഗ്രൂപ്പ് ഓഫ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു ഫാക്ടറി തൊഴിലാളികൾ, അങ്ങനെ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പ്രയോഗിക്കപ്പെടുകയും അതുപോലെ ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾക്കായിട്ട് പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള എന്താണ് ഒരു സ്കീമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, an employer makes a contribution to the program on behalf of an employee. എന്താണ് പറയുന്നത്? എംപ്ലോയർ ആരാണ്? തൊഴിലുടമകളാണ് അല്ലെ? അപ്പൊ തൊഴിലുടമകള് എന്താണ് തങ്ങളുടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഈ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? എംപ്ലോയർ, തൊഴിലുടമകള്, തൊഴിൽ ദാതാക്കള് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്, എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഈ ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ പ്രീമിയത്തിന്റെ ഒരു ഭാഗം ആരാണ് അടയ്ക്കുന്നത്? ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? തൊഴിലുടമകളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് പഠിച്ചപ്പോ PF കുറിച്ചൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. PF അങ്ങനെയുള്ളതല്ല കേട്ടോ. ESI ഒക്കെ പറഞ്ഞല്ലോ. ESIയിൽ എങ്ങനെയാണ്? എംപ്ലോയറും എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതൊരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾ അത് ചിന്തിച്ചാൽ മതി കേട്ടോ. തൊഴിലുടമകള് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രീമിയത്തിന്റെ ഒരു ഭാഗം അവര് സംഭാവന ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത്. എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? മാൻഡേറ്ററി പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഐദർ ബൈ ദ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. അതിന്റെ ഭാഗമായിട്ടുള്ള നിയമം മൂലം അല്ലെങ്കിൽ എന്താണ് തൊഴിൽ വ്യവസ്ഥ പ്രകാരം ആളുകൾ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കും. പിന്നെ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രയോഗിക്കുകയും ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾക്കായിട്ട് പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. അങ്ങനെയുള്ള ഒന്നാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഒരു എംപ്ലോയർ, തൊഴിലുടമകള് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ആ ഇൻഷുറൻസിന്റെ പ്രീമിയത്തിന്റെ ഒരു നിശ്ചിത ഭാഗം സംഭാവന ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് മനസ്സിലായോ? ഇനി നമ്മൾ അതിന്റെ എക്സാമ്പിളുകളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ESI, RSBY, CGHS അതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെയാണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ദ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് കേട്ടോ. ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ദ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. അതായത് ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ പ്രത്യേകതകളും അതിന്റെ ബെനിഫിറ്റുകള്, പ്രയോജനങ്ങള് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ആർ ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ് അല്ലെ? എന്താണ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറഞ്ഞാൽ അത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ചെലവ് കുറഞ്ഞ രീതി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും കുറഞ്ഞ പ്രീമിയം അല്ലെ? ഏറ്റവും കുറഞ്ഞ പ്രീമിയം തുകയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാവാനായിട്ട് സാധിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന ലോ കോസ്റ്റ്. എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ പ്രീമിയത്തില്, വളരെ താഴ്ന്ന പ്രീമിയത്തില് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകള് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എല്ലാ ആളുകൾക്കും, ഏതൊരു സാധാരണക്കാർക്കും അതിന്റെ ഭാഗമാവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒക്കെ എടുക്കുമ്പോൾ അത് ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. നല്ല നല്ല പോളിസി എടുക്കുമ്പോൾ ഇതിനനുസരിച്ച് പ്രീമിയം തുക അടയ്ക്കേണ്ടി വരും. അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. അതേസമയം ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ പ്രീമിയം തുകയിൽ തന്നെ ആളുകൾക്ക് അതിന്റെ ഭാഗമാവാനായിട്ട് സാധിക്കും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, BPL families can also get of insurance benefits with this policy. BPL എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലോ പോവർട്ടി ലൈൻ ആണ് അല്ലെ? ബിലോ പോവർട്ടി ലൈൻ. അത് തന്നെ, കറക്റ്റ് ആണ് ശ്രുതി. ബിലോ പോവർട്ടി ലൈൻ അതായത് നമ്മുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കുടുംബാംഗങ്ങൾക്കും ഈ ഒരു പോളിസിയുടെ ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ദ പോളിസി ഗ്യാരണ്ടീസ് കവറേജ് ഫോർ ദ പുവർ പീപ്പിൾ. പാവപ്പെട്ട ആളുകൾക്കുള്ള കവറേജും ഈ ഒരു പോളിസി ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെ? പാവപ്പെട്ട ആളുകൾക്ക് വരെയുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള പരിരക്ഷകള് ഈ പറയുന്ന പോളിസി ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെ? ഗവൺമെന്റ് പോളിസികൾ ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? The policy consists of treatment in both the private and
ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഫോർ ദ ബെറ്റർ ഹെൽത്ത് കെയർ. അപ്പോ ഏറ്റവും നല്ലൊരു ബെറ്റർ ഹെൽത്ത് കെയർ, നല്ല ആരോഗ്യ പരിചരണം ലഭിക്കുന്നതിനായിട്ട് ഈ പറയുന്ന പോളിസിക്കകത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആയതുകൊണ്ട് അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ അതിന്റെ ആനുകൂല്യം ലഭിക്കുള്ളൂ, അങ്ങനെ ഇല്ലാട്ടോ. അതായത് ഏറ്റവും നല്ല പരിചരണത്തിനായിട്ട് അതിനകത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസും അതിന്റെ ഭാഗമാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് കിട്ടും? ബെറ്റർ ഹെൽത്ത് കെയർ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ല, ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ പോകണം, എന്നാൽ മാത്രമേ നമുക്ക് അത് കിട്ടുള്ളൂ, അങ്ങനെ ഇല്ലാട്ടോ. അതിനകത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിറ്റുകളും ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പം ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? വളരെ താഴ്ന്ന കോസ്റ്റിൽ, ദാറ്റ് മീൻസ് വളരെ കുറഞ്ഞ പ്രീമിയം തുകയിൽ തന്നെ നമുക്ക് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഭാഗമാകാനായിട്ട് സാധിക്കും അല്ലെ. അതുപോലെ തന്നെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്കും ഈ ഒരു പോളിസിയുടെ ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട്. പാവപ്പെട്ട ആളുകൾക്കുള്ള പരിരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു പോളിസിയുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും അതിന്റെ ഭാഗമാണ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിറ്റ് ഫീച്ചേഴ്സ് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ് കേട്ടോ. ESIനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാൻ. ഇനി നമ്മൾ 3 സ്കീമുകളാണ് ഇനി പഠിക്കുന്നത് കേട്ടോ. ESI പഠിക്കാനുണ്ട്, CGHS പഠിക്കാനുണ്ട്, RSBY പഠിക്കാനുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന 3 സ്കീമുകൾ ഇതൊക്കെയാണ്. അപ്പൊ അതിൽ ആദ്യത്തെ ആള് നമുക്ക് നോക്കാം. എന്താണ്? ESI ആണ് അല്ലെ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ് അല്ലെ ESIനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. 1948 ESI ആക്ട് നിലവിൽ വന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ അവിടെ എന്താ പറഞ്ഞത്? പ്രധാനമായിട്ടും ഫാക്ടറി തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. വ്യാവസായിക തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു ഇൻഷുറൻസ് പദ്ധതിയാണ്. അതൊരു മെഡിക്കൽ ഇൻഷുറൻസും സാമ്പത്തിക ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു സ്കീമാണ്. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ അതിന്റെ കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അല്ലാതെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ നോക്കാം. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അഥവാ ESI. ആദ്യത്തെ പോയിന്റ് ഇതാണ്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948. അത് നമുക്കറിയാം, നമ്മൾ അവിടെ പഠിച്ചതാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948, 1948 ESI നിലവിൽ വരുന്നത്. ഓക്കെ, ഈ ഒരു ESI, ഈ ഒരു സ്കീം അത് മുന്നോട്ട് വരാൻ കാരണമായിട്ടുള്ള ആക്ട് ആണ് എന്ത്? ESI ആക്ട് 1948. Okay, the employee state insurance scheme, ESIS, എന്ന് പറയുന്ന സ്കീം എന്നാണ് കേട്ടോ. Employees state insurance scheme gives both the cash and medical benefit. അറിയാലോ, നമ്മൾ പഠിച്ചതാണ്. ESI എന്ന് പറയുമ്പോൾ അതൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സോ എന്തായാലും മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്. അത് മെഡിക്കൽ ബെനിഫിറ്റും അതുപോലെ തന്നെ ക്യാഷ് ബെനിഫിറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? The Employee State Insurance Corporation അഥവാ ESIC controls the scheme and is a corporate semi-government body. എന്താണ് പറയുന്നത്? ESI എന്ന് പറയുന്ന സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ESIC ആണ് അല്ലെ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് അല്ലെ. ആ ഒരു ESIC ആണ് ഈ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്. ESIC എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ബോഡിയാണ്. ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണ് കേട്ടോ. പകുതി ഗവൺമെന്റും പകുതി കോർപ്പറേറ്റും ആ ഒരു രീതിയിലുള്ളൊരു എന്താ കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ബോഡിയാണ്. ഇത് അർദ്ധ സർക്കാർ സ്ഥാപനമാണ്. ലെഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആസ് ചെയർമാൻ. അതായത് കേന്ദ്ര തൊഴിൽ മന്ത്രി, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ, അദ്ദേഹമാണ് ESICയുടെ ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആസ് ദ ചെയർമാൻ ഓഫ് ESIC. ESICയുടെ ചെയർമാൻ ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് കേട്ടോ, കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ്. അതോടൊപ്പം അതിന്റെ ഡയറക്ടർ ജനറൽ ആസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. അതുപോലെ ESICയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അത് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ ഒരു 4 പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ESI എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1948. ഫസ്റ്റ് പോയിന്റ്.
രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറയുന്നത്, ദി സ്കീം എന്താണ്, ദാറ്റ് ഗീവ്സ് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ് അല്ലെ, ക്യാഷും അതുപോലെ തന്നെ അതെ സുരേഷ്മ അത്ര ഇൻഡിപെൻഡൻസ് ആണ്. ഓക്കെ, ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്, ആരാണ് ഈ സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഥവാ ESIC ആണ് ഈ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ESICയുടെ ചെയർമാൻ ആരാണ് ചെയർമാൻ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ അല്ലെ, കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് ചെയർമാൻ. പിന്നെ ESICയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്, അത് വന്നിട്ട് ഡയറക്ടർ ജനറൽ ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ, അത്രയും പോയിന്റുകൾ ഉണ്ട് അതിനകത്ത് നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ, മനസ്സിലാവുന്നില്ലേ? നെക്സ്റ്റ് വരുന്നതാണ് ടു മേക്ക് use of the sickness benefit, the employee has to have worked for 78 days before the sickness. Underline ചെയ്ത് വെക്കാം ട്ടോ. 78 days before sickness ഉണ്ടല്ലോ, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് പറയുന്നത്, നമുക്ക് ESI പ്രകാരം ഒരു സിക്നെസ് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ, അതായത് അസുഖ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ എന്ത് വേണം, എംപ്ലോയി എത്ര ദിവസം വർക്ക് ചെയ്യണം, 78 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് വർക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാല് അവര് രോഗാവധി എടുക്കുമല്ലോ, അതായത് സിക്നെസ് ലീവ് എടുക്കുന്നതിന് മുമ്പായിട്ട്, സിക്ക് ലീവ് എടുക്കുന്നതിന് മുൻപായിട്ട് അവര് തുടർച്ചയായി 78 ദിവസമെങ്കിലും അവർ എന്ത് ചെയ്തിരിക്കണം, വർക്ക് ചെയ്തിരിക്കണം. മനസ്സിലായോ? അങ്ങനെയുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുള്ളൂ, എന്ത് കിട്ടുള്ളൂ, സിക്നെസ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തത് കേട്ടോ, സിമിലർലി to make use of the maternity benefit, the woman has to have worked for 70 days before availing the benefit. ഇനി ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ, പ്രസവ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ആ ഒരു സ്ത്രീയെ ഈ പറയുന്ന മെറ്റേണിറ്റി ലീവ് എടുക്കുന്നതിന് മുൻപായിട്ട് തുടർച്ചയായി 70 ദിവസമെങ്കിലും വർക്ക് ചെയ്തിരിക്കണം. അപ്പൊ 70 days ഉള്ളതും അണ്ടർലൈൻ ചെയ്തിരിക്കാം. ഡേയ്സ് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അപ്പൊ എന്താണ് പറഞ്ഞത്, സിക്നെസ് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ എംപ്ലോയി എന്ത് ചെയ്യണം, സിക്ക് ലീവ് എടുക്കുന്നതിന് മുമ്പായിട്ട് തുടർച്ചയായി 78 ദിവസമെങ്കിലും കണ്ടിന്യൂസ് വർക്ക് ചെയ്തിരിക്കണം. ഇനി ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിലോ ആ ഒരു സ്ത്രീ മെറ്റേണിറ്റി ലീവ് എടുക്കുന്നതിന് മുമ്പായിട്ട് തുടർച്ചയായി 70 ദിവസമെങ്കിലും വർക്ക് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ലഭിക്കുള്ളൂ, ഈ പറയുന്ന ബെനിഫിറ്റുകൾ ലഭിക്കൂ. ക്ലിയർ? അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്, പ്രൈമറിലി ഡിസൈഡഡ് ടു ഹെൽപ്പ് ഫാക്ടറി വർക്കേഴ്സ് ഹാൻഡിൽ ദ എക്സ്പെൻസസ് ഫോളോയിങ് ആക്സിഡന്റ്സ് ആൻഡ് ഒക്യുപേഷണൽ ഹസാർഡ്സ്. The employee state insurance scheme is available for the workers employed in the different factories in India. ഇത് നമ്മളിവിടെ എത്തിക്കൽ ലീഗൽ ഇഷ്യൂസിൽ പഠിച്ചൊരു കാര്യമാണ് അല്ലെ. ESI എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, വ്യാവസായിക തൊഴിലാളികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലെ. വ്യാവസായിക തൊഴിലാളികളെ ഉദ്ദേശിച്ചുകൊണ്ടല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ എങ്ങനെയാണ്, അതായത് ഈ പറയുന്ന തൊഴിൽ സംബന്ധമായിട്ട് വ്യാവസായിക തൊഴിലാളികൾക്ക് അസുഖമോ പരിക്കോ ഉണ്ടാവുക, അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കാം, അതുപോലെ പ്രസവാനുകൂല്യങ്ങള്, അങ്ങനെയുള്ളവർക്ക് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മെഡിക്കൽ ബെനിഫിറ്റുകളും കൊടുക്കുന്ന ഒരു സ്കീമാണ് ESI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ആക്സിഡന്റ് ആൻഡ് ഒക്യുപേഷണൽ ഹസാർഡ്സ് അല്ലെ, തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, ആക്സിഡന്റ്സ്, അങ്ങനെയുള്ള കേസുകൾക്കൊക്കെ ആനുകൂല്യങ്ങൾ സാമ്പത്തികമായിട്ട്, അതായത് നമുക്ക് ക്യാഷ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്, മെഡിക്കൽ ബെനിഫിറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്, the employees state insurance scheme is available for the workers employed in different factories in India. നമ്മുടെ ഇന്ത്യയിലെ വിവിധ ഫാക്ടറികളില് അല്ലെ, വിവിധ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികള് ഈ ഒരു സ്കീമിന്റെ ഭാഗമാണ്, അവർക്ക് ഈ ഒരു സ്കീമിന്റെ ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. The workers drawing wages not in excess of 21,000, അതാണ് 21,000 ഉള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. 21,000 per month can take part in this scheme. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ആർക്കൊക്കെയാണ് ESI ആനുകൂല്യം ലഭിക്കുക, എല്ലാവർക്കും ലഭിക്കോ, എല്ലാവർക്കും ലഭിക്കില്ല. എന്താണ് കണ്ടീഷൻ പറയുന്നത്, പ്രതിമാസം, ഓക്കെ, പ്രതിമാസം 21,000 രൂപയില് കുറവ് വേതനമുള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. എന്താണ് പറയുന്നത്, പ്രതിമാസം 21,000 അതിൽ കുറവോ വേതനമുള്ളവർക്ക് മാത്രമേ ESIയുടെ ബെനിഫിറ്റുകൾ ലഭിക്കുകയുള്ളൂ. ഓക്കെ,
ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ആദ്യം ഒരിടയ്ക്ക് അത് 15,000 കണ്ടും ആയിരുന്നു, പിന്നീട് അതിന്റെ ആ ഒരു ലിമിറ്റ് കൂട്ടിയിട്ട് 21,000 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി അടുത്ത പോയിന്റ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? Employers and employees share the premium for the participation in this health insurance scheme. നമുക്കറിയാം അല്ലെ, തൊഴിലുടമകളും അതുപോലെ തന്നെ തൊഴിലാളികളും ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ, അതായത് ESI സ്കീമിന്റെ പ്രീമിയം ഷെയർ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ രണ്ടു കൂട്ടരും ഒരുപോലെ ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ എത്രയാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Employees pay on average 0.75% of the wage. Employees ആണ് കേട്ടോ. തൊഴിലാളികള് അവരുടെ വേതനത്തിന്റെ 0.75%, ഇമ്പോർട്ടന്റ് ആണ് ടാർഗറ്റ് ചെയ്ത് വെക്കണം. 0.75 ആരാണ്? എംപ്ലോയീസ് ആണ് കേട്ടോ. തൊഴിലാളികള് അവരുടെ വേതനത്തിന്റെ 0.75%. ആൻഡ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂട്ട്, എംപ്ലോയർ എന്ന് പറയുന്ന ആരാണ്? തൊഴിലുടമകളാണ് അല്ലെ. തൊഴിൽ ദാതാക്കള് അവരുടെ വേതനത്തിന്റെ 3.25% ഓഫ് ദ വേജ്, അവരുടെ വേതന ബില്ലിന്റെ 3.25% എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ തൊഴിലുടമകൾ എത്രയാണ്? 3.25%. തൊഴിലാളികൾ എത്ര പെർസെന്റേജ് ആണ്? 0.75%. ശരിക്കും ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ 4% കിട്ടും അല്ലെ. ശരിക്കും നമ്മുടെ ESIയിലേക്ക് എത്ര പെർസെന്റേജ് ആണ് കൊടുക്കുന്നത്? 4% ആണ് കേട്ടോ. അതിന്റെ 3.25% തൊഴിലുടമകളും 0.75% തൊഴിലാളികളുമാണ് അതിന്റെ പ്രീമിയം ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ പോയിന്റ് എന്താണ്? The employee who is getting daily wages of less than ₹176 shall be excluded from the payment of contribution. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 176 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിരിക്കാം. അതായത് ദിവസവേതനം. ഓക്കെ, ദിവസവേതനമാണ്. ദിവസവേതനം ഒരു 176 രൂപയിൽ കുറവുള്ള തൊഴിലാളികൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളത് ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട, ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട. പകരം ആര് കോൺട്രിബ്യൂഷൻ കൊടുത്തോളും? തൊഴിലുടമകൾ, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ കൊടുക്കും. മനസ്സിലായോ? ദിവസവേതനം 176 എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമാണ് അല്ലെ. അങ്ങനെ ദിവസവേതനം ഒരു 176 രൂപയോ അതിൽ കുറവുള്ള ആളുകൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട, ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട. ഇത്രയുമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ് ഒന്ന് ഓർത്തു നോക്കി. എന്നിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ESIനെ പറ്റിയിട്ട് 1948 അത് സ്ഥാപിതമായി. ഓക്കെ, ESIC എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്ന, സ്കീം കൺട്രോൾ ചെയ്യുന്നത് ESIC ആണ്. ESICയുടെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ്. പിന്നെ ESICയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്? സിക്നെസ് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എംപ്ലോയീസ് സിക്ക് ലീവിന് മുമ്പായിട്ട് എത്ര ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം? 78 ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം. ഇനി മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിലോ ആ മെറ്റേണിറ്റി ലീവ് എടുക്കുന്നതിന് മുമ്പായിട്ട് ആ സ്ത്രീ എത്ര ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം? 70 days വർക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ഈ ഒരു സ്കീം ആരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്? ഫാക്ടറി തൊഴിലാളികളെയാണ് അല്ലെ, വ്യാവസായിക തൊഴിലാളികൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്കീമാണിത് അല്ലെ. പിന്നെ ഇതിന്റെ ലിമിറ്റ് എത്രയാ പറയുന്നത്? എത്ര വേതനത്തിലുള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുള്ളൂ? പ്രതിമാസം അല്ലെ, മാസ വരുമാനം 21,000 അതിൽ കുറവോ ഉള്ള ആളുകൾക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുള്ളൂ കേട്ടോ. അതിന്റെ മുകളിൽ വേതനമുള്ളവർ കിട്ടില്ല, ESI ആനുകൂല്യം കിട്ടില്ല കേട്ടോ. പിന്നെ ESIയുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? 0.75. എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 3.25. പിന്നെ ആരെയാണ് നമ്മൾ ഈ ഒരു സ്കീമിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ദിവസവേതനം 176 രൂപയോ അല്ലെങ്കിൽ അതിൽ കുറവോ ഉള്ള ആളുകൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട, ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കേട്ടോ. അപ്പൊ നിങ്ങള് ചോദ്യങ്ങൾ നോക്കിയിട്ട് തെറ്റാതെ ആൻസർ എഴുതണം കേട്ടോ. എംപ്ലോയി എന്നാണെങ്കിൽ തൊഴിലാളികളാണ്, അവര് 0.75 കേട്ടോ. എംപ്ലോയർ എന്ന് പറയുന്നത് 3.25. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ മാറിപ്പോകുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ESIയുടെ ബെനിഫിറ്റുകളാണ് കേട്ടോ. കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. നമുക്കറിയാം ബെനിഫിറ്റുകൾ ഏകദേശം നമുക്കറിയാം അല്ലെ. മെഡിക്കൽ ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാഷ് ബെനിഫിറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറെ കൂടി സ്പെസിഫൈ ചെയ്ത് അവര് പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ബെനിഫിറ്റുകൾ. ഓക്കെ, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ജസ്റ്റ് ഒന്ന് വായിക്കാൻ നമുക്ക് ഹെഡിങ്. ഫസ്റ്റ് വൺ സിക്നെസ് ബെനിഫിറ്റ്, സെക്കൻഡ് വൺ എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ്,
തേർഡ് വൺ എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്, പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, ഫ്യൂണറൽ ബെനിഫിറ്റ്, മെഡിക്കൽ ബെനിഫിറ്റ്. കിട്ടിയോ? ഇത്രയാണ് നമ്മൾ ESIയുടെ ബെനിഫിറ്റുകളായിട്ട് ഉള്ളത് കേട്ടോ. ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? സിക്നസ് ബെനിഫിറ്റ് അല്ലെ? സിക്നസ് ബെനിഫിറ്റ് ആണ്. അതായത് അസുഖങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെ? എന്താണ് അവിടെ പറയുന്നത്? The employee is given at the rate of 70% of the daily average wage for a maximum period of 91 days in 1 year. എന്താണ് പറയുന്നത്? നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ആ ഒരാള് സിക്ക് ലീവിന് മുമ്പായിട്ട് 78 ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കറിയാം. പക്ഷെ എത്ര കൊടുക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഒരു വർഷം പരമാവധി 91 ദിവസം വരെ, അറൗണ്ട് ഏകദേശം ഒരു 3 മാസമൊക്കെ ലീവ് എടുക്കാം, സിക്ക് ലീവ് അവർക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഒരു വർഷത്തില് മാക്സിമം പരമാവധി ഒരു 91 ദിവസം വരെ അവർക്ക് എങ്ങനെയാണ് ആനുകൂല്യം കൊടുക്കണേന്ന് അറിയോ? അവരുടെ ഡെയിലി ആവറേജ് വേജിന്റെ, അതായത് പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% അവർക്ക് സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് ഒരു വർഷത്തില് പരമാവധി 91 ദിവസം വരെ എന്ന് പറഞ്ഞാൽ ഒരു അറൗണ്ട് ഒരു 3 months അല്ലെ, ഒരു 3 മാസം വരെ അവർക്ക് സിക്ക് ലീവ് എടുക്കാവുന്നതാണ്. ആ സമയത്ത് അവർക്ക് എത്രയും കൊടുക്കുന്ന ESI ആനുകൂല്യം? അവരുടെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70%, 70% അവർക്ക് സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഡെയിലി ആവറേജ് വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിദിന ശരാശരി വേതനം. നമ്മൾ പൊതുവെ ശരാശരി എങ്ങനെ കണക്കാക്കാം? നമുക്ക് ആകെ കിട്ടിയ തുക എത്രയാന്ന് നോക്കാം. അതിന് എത്ര ദിവസം വർക്ക് ചെയ്തു, ആ വർക്ക് ചെയ്ത ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് കഴിച്ചാൽ നമുക്ക് ആവറേജ് കിട്ടും അല്ലെ? ആവറേജ് കിട്ടും. അപ്പോ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇപ്പൊ ഒരു ആള് 20 ദിവസം വർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. 20 ദിവസം ജോലി ചെയ്തിട്ട് ഒരു 10,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കാം. 20 ദിവസം ജോലി ചെയ്തിട്ട് 10,000 രൂപ കിട്ടി. അപ്പൊ പ്രതിദിന ശരാശരി വേതനം എത്രയാണ്? 10,000 ഡിവൈഡഡ് ബൈ 20 അല്ലെ? 10,000 20 ദിവസത്തെ വർക്കിനായിട്ട് കിട്ടിയ കൂലി 10,000 രൂപയാണ്. അപ്പൊ ശരാശരി പ്രതിദിന ശരാശരി വേതനം എത്രയായിരിക്കും? 10,000 ബൈ 20 അല്ല, ആകെ കിട്ടിയ തുകയുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. 500 കിട്ടും അല്ലെ? അപ്പൊ അയാൾ പ്രതിദിന ശരാശരി വേതനം 500 ആ 500ന്റെ 70% അല്ലെ? പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70%. അപ്പൊ 500ന്റെ 70% എന്ന് പറയുന്നത് നമുക്ക് 350 രൂപ വരും അല്ലെ? 350 രൂപ. ഈ 350 രൂപയാണ് 91 ദിവസം വരെ അവർക്ക് ലഭിക്കും. 91 ഇൻറ്റു 350, അത് ഏകദേശം ഒരു 31,000 സംതിങ് ഒക്കെ വരും. ഓക്കെ, അത്രയും രൂപയാണ് അവർക്ക് എന്തായിട്ട് കൊടുക്കുക? സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുക. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ബെനിഫിറ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു വർഷം മാക്സിമം അവർക്കൊരു 3 മാസം വരെ ലീവ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പൊ ആ സമയത്ത് അവർക്ക് 70% അവരുടെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% ആണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്? സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ക്ലിയർ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ആണ്. എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് കേട്ടോ. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ കാര്യം? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, അടുത്തത് എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ആണ് കേട്ടോ. എക്സ്റ്റെൻഡഡ് എന്ന് തന്നെ പറയുമ്പോൾ നമുക്കറിയാം സിക്നസ് ബെനിഫിറ്റിന്റെ തന്നെ കുറച്ചും കൂടി ചെറിയൊരു എക്സ്റ്റൻഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടോപ്പ് ഓഫ് കവർ എന്നൊക്കെ പറഞ്ഞ പോലെ എന്ന പോലെ തന്നെ സിക്നസ് ബെനിഫിറ്റിന്റെ തന്നെ ചെറിയൊരു എക്സ്റ്റൻഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. ഇൻ ദ കേസ് ഓഫ് ഡിസീസസ് ലൈക്ക് ട്യൂബർകുലോസിസ്, leprosy, fracture, malignancy, etc. The sickness benefits extended to the 2 years. അതും ബ്രാക്കറ്റിൽ എത്രയാണെന്നറിയോ? 80% ഓഫ് ഏജസ് ആണ്. അതായത് എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില അസുഖങ്ങൾക്ക്, എല്ലാത്തിനും ഇല്ല, ചില പ്രത്യേക അസുഖങ്ങൾ. ഇതൊക്കെയാണ് അസുഖങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ട്യൂബർകുലോസിസ് അല്ലെ, TB, ക്ഷയരോഗം, അതുപോലെ ലെപ്രസി, കുഷ്ഠരോഗം, അതുപോലെ ഫ്രാക്ചർ സംഭവിക്കാം. മാലിഗ്നൻസി എന്ന് വെച്ചാൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഈ പറയുന്ന സിക്നസ് ബെനിഫിറ്റ് 2 വർഷം വരെ കിട്ടുമെന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ സിക്നസ് ബെനിഫിറ്റിന് 91 ദിവസം 70% എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക്
2 years 2 വർഷം വരെ അവർക്ക് സിക്നസ് ബെനിഫിറ്റ് കിട്ടും. അതും എത്ര കൊടുക്കുന്നറിയോ? 80% ഓഫ് ദ വേജസ്, അവരുടെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 80% അവർക്ക് എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ സിക്നസ് ബെനിഫിറ്റ് മാക്സിമം 91 ദിവസം വരെ 70% കൊടുക്കുന്നത്. എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ചില പ്രത്യേക അസുഖങ്ങൾ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. TB, ലെപ്രസി, ഫ്രാക്ചർ ആൻഡ് മാലിഗ്നൻസി. അതിന് 2 വർഷം വരെയാണ്. 2 വർഷം വരെ സിക്നസ് ബെനിഫിറ്റ് കിട്ടും. അതും 80% അവർക്ക് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ക്ലിയർ? മനസ്സിലായല്ലോ പറഞ്ഞത്? അടുത്തത് എന്താണ്? എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് കേട്ടോ. എൻഹാൻസ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ള സിക്നസ് ബെനിഫിറ്റ് ആണ്. എന്താ നോക്കാം. അപ് ടു 7 days for the male beneficiaries and 14 days for the female beneficiaries in the event of sterilization. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സ്റ്റെറിലൈസേഷൻ, വന്ധ്യത ഇതൊക്കെ ചെയ്യില്ലേ, വന്ധ്യത പ്രൊസീജിയേഴ്സും മറ്റൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ അത്തരം പർപ്പസിന് വേണ്ടി, സ്റ്റെറിലൈസേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് മെയിൽ ബെനിഫിഷ്യറീസിന്, അതായത് പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ ബെനിഫിറ്റിന്റെ സിക്നസ് ബെനിഫിറ്റിന്റെ ഒരു 7 days കൂടുതൽ കൊടുക്കും. 7 days. പിന്നെ ഫീമെയിൽസിനാണെങ്കിൽ, അതായത് സ്ത്രീകൾക്കാണെങ്കിൽ ഒരു 14 ദിവസവും കൂടെ കൂടുതൽ അവർക്ക് ബെനിഫിറ്റ് കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്തിന്? ഇൻ ദ ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ. വന്ധ്യതാ സംബന്ധമായിട്ടുള്ള ചികിത്സകൾ എന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ കുഴപ്പമില്ല. ഇതിപ്പോ എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ മാക്സിമം പോലെ ഒരു 3 കുട്ടികൾ അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ പണ്ട് കാലം എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, വീട്ടിൽ തന്നെ 10-12 മക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ഒരു പോപ്പുലേഷൻ കൺട്രോളും മറ്റുമൊക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകളൊക്കെ അന്ന് വെച്ചത്, പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ കാര്യങ്ങളൊക്കെ അന്ന് ചെയ്യും. ട്യൂബക്ടമി, മാസക്ടമി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അത്തരം പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് പുരുഷന്മാർക്കാണെങ്കിൽ 7 ദിവസം വരെയും സ്ത്രീകൾക്കാണെങ്കിൽ 14 ദിവസം വരെയും ഈ ഒരു ബെനിഫിറ്റ് എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് അത് എൻഹാൻസ്ഡ്, കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് കേട്ടോ. അതായത് പ്രസവാനുകൂല്യങ്ങൾ കിട്ടണം. അത് നേരത്തെ പറഞ്ഞു, 70 ദിവസം എങ്ങനെ തുടർച്ചയായിട്ട് വർക്ക് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ മെറ്റേണിറ്റി ബെനിഫിറ്റ് എങ്ങനെയാന്ന് നോക്കി. അറ്റ് ദ റേറ്റ് ഓഫ് ഫുൾ വേജസ് ആണ് കൊടുക്കുന്നത്. വെച്ചാൽ 100% കൊടുക്കുന്നുണ്ട് കേട്ടോ. അറ്റ് ദ റേറ്റ് ഓഫ് ഫുൾ വേജസ് for a period of 180 days in case of pregnancy and 6 weeks in the event of miscarriage or MTP. MTP ഒക്കെ നമുക്ക് അറിയാട്ടോ, നമ്മുടെ എത്തിക്കൽ ലീഗൽ ഇഷ്യൂസ് പഠിച്ചതാണ്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. MTP എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. എന്താണ് അവിടെ പറയുന്നത്? മെറ്റേണിറ്റി ബെനിഫിറ്റ് കൊടുക്കുന്നത് സ്ത്രീകൾക്ക് എങ്ങനെയാണെന്ന് അറിയാമോ? ഫുൾ വേജസ് ആണ് കൊടുക്കുന്നത്. 100% അവർക്ക് കൊടുക്കും. എത്ര നാള് വരെ? ഫോർ എ പീരീഡ് ഓഫ് 180 days ആണ് കേട്ടോ. 180 ദിവസം. കാരണം ഏകദേശം ഒരു എത്ര വരും? ഒരു 4 മാസം അല്ലെ? ഒരു 4 മാസമൊക്കെ വരുമായിരിക്കും. 4 അല്ല, 6 മാസം. 6 മാസം വരില്ലല്ലോ. ഓക്കെ, 6 മാസം വരെ വരും അല്ലെ? ഒരു മാസം ഒരു 30 ദിവസമൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ കറക്റ്റ് ആണ്. 180 days കേട്ടോ. ഒരു 180 days വരെ, അതായത് ഏകദേശം ഒരു 6 മാസം വരെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതും ഫുൾ വേജസ് ആണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെയോ 6 weeks ഇൻ ദ ഇവന്റ് ഓഫ് മിസ്കാരേജ് ഓർ MTP. ഇനി മിസ്കാരേജ് എന്ന് പറഞ്ഞാൽ അബോർഷൻ ഒക്കെ സംഭവിക്കാണ്. അബോർഷൻ വരിക, അല്ലെങ്കിൽ MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ 6 ആഴ്ചയിൽ കൂടെ അവർക്ക് കൂടുതൽ കൊടുക്കും. ഓക്കെ, മനസ്സിലായി പറഞ്ഞത്? അപ്പൊ അത്രയും മനസ്സിലാക്കിയാൽ മാക്സിമം 180 ദിവസം പറഞ്ഞിട്ട് 6 മാസം വരെ അത് ഫുൾ വേജസ് ആണ് അവർക്ക് കൊടുക്കുന്നത് ബെനിഫിറ്റ് കേട്ടോ. ഇനി അബോർഷൻ കേസുകൾ, MTP കേസുകളൊക്കെ ആണെങ്കിൽ 6 ആഴ്ചകൾ കൊടുക്കാറുണ്ട് കേട്ടോ. 6 ആഴ്ചയുടെ ബെനിഫിറ്റ് അവർക്ക് കൊടുക്കാറുണ്ട്. ക്ലിയർ? അടുത്തത് നെക്സ്റ്റ് വരുന്നതാണ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്. വൈകല്യങ്ങൾക്കുള്ള ആനുകൂല്യം. അതെന്താ ഉദ്ദേശിക്കുന്നത്? The temporary disabled person is given 90% of the wages in cash during the period of ഡിസേബിൾമെന്റ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാം, ഡിസേബിൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലാകാലങ്ങളോടുള്ള ഡിസേബിൾമെന്റ് അല്ല കേട്ടോ.
ടെമ്പററി ഡിസേബിൾഡ് പേഴ്സൺ ആണ്. എന്ന് വെച്ചാൽ ഒരു താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചോ മറ്റെന്തെങ്കിലും അസുഖം മൂലമൊക്കെ കുറച്ച് കാലങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ ഡിസേബിൾ ആയിട്ടുള്ള വ്യക്തികൾ എന്ന് വെച്ചാൽ പിന്നീട് അതിൽ നിന്ന് റിക്കവർ ചെയ്യും. പക്ഷെ ടെമ്പററി ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾ അതന്നെ കറക്റ്റ് ആണ്. ഫ്രാക്ചറൊക്കെ സംഭവിക്കുമ്പോ കുറച്ച് നാളൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റെസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും അല്ലെ. അങ്ങനെ ടെമ്പററി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് 90% കൊടുക്കുന്നത്. അവരുടെ ഡെയിലി ആവറേജ് വേജിന്റെ 90% ക്യാഷ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഏത് കാലയളവ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡിസേബിൾമെന്റ് കാലയളവിൽ എത്രത്തോളം ഉണ്ടോ ആ വൈകല്യത്തിന്റെ കാലയളവിൽ ഒരു 90% അവർക്ക് എന്തായിട്ട് കൊടുക്കുന്നുണ്ട്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്, ഫ്യൂണറൽ ബെനിഫിറ്റ് ആണ് കേട്ടോ. ഫ്യൂണറൽ ബെനിഫിറ്റ് അല്ലെ, മരണാനന്തര ചടങ്ങുകൾക്കും മറ്റും കൊടുക്കുന്ന ആനുകൂല്യമാണ്. എന്താണ് അവിടെ പറയുന്നത്, the eldest surviving member is given an amount of 15,000. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ആ എമൗണ്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. 15,000 ഫോർ ദ ഫ്യൂണറൽ പർപ്പസ്. അതായത് ഈ പറയുന്ന മരണാനന്തര ചടങ്ങുകൾക്കും മറ്റുമായിട്ട് ഈ പറയുന്ന കുടുംബത്തിലെ ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തിക്ക് 15,000 രൂപ വരെ ഫ്യൂണറൽ ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കും. എത്ര രൂപ വരെ കൊടുക്കും, 15,000 രൂപ. ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു വീട്ടിലെ ഒരു വ്യക്തി, അദ്ദേഹം ESI ആനുകൂല്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ESI ഒരു അങ്ങനെ ഉള്ള ഒരു എംപ്ലോയി ഉണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹം മരണപ്പെടുകയാണ്. ഓക്കെ, അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന് ESI ആനുകൂല്യം ഉള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളും മറ്റും ചെയ്യുന്നതിനായിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തി, മേബി അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കാം. അപ്പൊ ഭാര്യയ്ക്ക് എത്ര രൂപ കൊടുക്കും, 15,000 രൂപ വരെ കൊടുക്കും അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്കും മറ്റുമായിട്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ ഈസ് ഗിവൻ an amount of 15,000 for the funeral purpose. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ആ എമൗണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്തത് എന്താണ്, മെഡിക്കൽ ബെനിഫിറ്റ്. അത് പിന്നെ നമുക്കറിയാലോ, ESI എന്ന് പറയുമ്പോൾ മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സോ മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ നോക്കാം, മെമ്പർ ഓഫ് ദ വർക്കർ gets the medical cover that include the outdoor treatment specialist services, ambulance services and indoor services. കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള രീതിയിലുള്ള മെഡിക്കൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഇൻക്ലൂഡ് ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസസ്. അത് പുറത്ത് പോയിട്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ ഒക്കെ കൺസൾട്ട് ചെയ്യാനും അതിന്റെ ട്രീറ്റ്മെന്റ് മറ്റും ലഭിക്കുന്നതിനുള്ള ആനുകൂല്യങ്ങളും, പിന്നെ ആംബുലൻസ് സർവീസ് അല്ലെ, ആംബുലൻസിന്റെ സർവീസുകളും, ഇൻഡോർ സർവീസ്. ഇൻഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, പേഷ്യന്റ് ആണ് അഡ്മിറ്റ് ആയിട്ട് കിടന്നാൽ അതിനുള്ള ഇഞ്ചക്ഷനും മറ്റുമൊക്കെ അത്തരത്തിലുള്ള മെഡിക്കൽ ബെനിഫിറ്റും ഇത് കൊടുക്കുന്നുണ്ട്. ESI കൊടുക്കുന്നുണ്ട്. അതൊരു ESI ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്, അതറിയാം. പിന്നെ ബാക്കിയുള്ള ബെനിഫിറ്റുകളുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്, മനസ്സിലായോ? ESI ക്ലിയർ അല്ലേ? ESIയും അതിന്റെ ബെനിഫിറ്റുകളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഹൗ ടു കാൽക്കുലേറ്റ് ESI. എന്താണ് ശ്രീലക്ഷ്മി തേർഡ് പോയിന്റ് മനസ്സിലായില്ലേ? എന്താണ് തേർഡ് പോയിന്റ്? എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ആണോ? എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 7 days ഫോർ മെയിൽ ബെനിഫിഷ്യറീസ് ആൻഡ് 40 days ഫോർ ഫീമെയിൽ ബെനിഫിഷ്യറീസ് ഇൻ ദ ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, അതായത് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ വന്ധ്യത ചികിത്സകളാണ്. വന്ധ്യത ചികിത്സയല്ല, സ്റ്റെറിലൈസേഷൻ, ട്യൂബക്ടമി, വാസക്ടമി എന്നൊക്കെ പറയില്ലേ, അതായത് പ്രസവം നിർത്തുക അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അത്തരം ചികിത്സകൾക്കൊക്കെ വേണ്ടിയിട്ട് പുരുഷന്മാർക്ക് 7 ദിവസം വരെയും സ്ത്രീകൾക്ക് 14 ദിവസം വരെയും എന്ത് കൊടുക്കുന്നുണ്ട്, ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്. ഇപ്പൊ ചില ആളുകൾ ഇത്തരം സ്റ്റെറിലൈസേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് അവര് ലീവ് എടുക്കുന്നതെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടും. പുരുഷന്മാരാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് 7 ദിവസം വരെയും, സ്ത്രീകളാണെങ്കിൽ അവർക്ക് 14 ദിവസം വരെയും എന്ത് കൊടുക്കുന്നുണ്ട്, സിക്നസ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോപ്പുലേഷൻ കൺട്രോൾ ഒക്കെ കുറെ കൂടെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അത്തരത്തിലുള്ള ബെനിഫിറ്റുകളൊക്കെ കൊടുത്തത് കേട്ടോ. ഓക്കെ, ശ്രീലക്ഷ്മിക്ക് ക്ലിയർ ആയി വിചാരിക്കും.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൗ ടു കാൽക്കുലേറ്റ് ESI വിത്ത് ആൻ എക്സാമ്പിൾ ട്ടോ. ഇനി ESI എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് അറിയാൻ നമുക്ക് ചെയ്യാൻ ഈസിയാണ്. കാര്യം നമുക്ക് ആ ഒരു കോൺട്രിബ്യൂഷൻ അറിയാം അല്ലെ. എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ ട്ടോ. നോക്കാം. ലെറ്റ്സ് സേ ദ കാൽക്കുലേറ്റഡ് വേജസ് ആസ് പെർ ദ ESI ആക്ട് 1948 INR 20,000 20,000 രൂപയ്ക്കുള്ള ഒരു ESIയുടെ കാൽക്കുലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. Then the contributions will be calculated using the ESI calculation formula as below. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ. പെർട്ടിക്കുലേഴ്സ് കാൽക്കുലേഷൻ എന്നുണ്ട്. ആദ്യം എന്താണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ തൊഴിലുടമകൾ. നമ്മൾ അവിടെ പഠിച്ചിരുന്നു എത്ര പെർസെന്റേജ് ആണ് 3.25%. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 20,000 രൂപയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. അപ്പൊ 20,000 into 3.25 divided by 100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 650 കിട്ടും. ഓക്കെ. പിന്നെ അടുത്തത് എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് അറിയാം. 0.75 ആണ് അല്ലെ. അപ്പൊ 20,000ന്റെ 0.75% അല്ലെ. 20,000 into 0.75 divided by 100 എത്ര കിട്ടും? 150. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? ആഡ് ചെയ്യാം. 650 plus 150 എത്ര വരും? 800. ഓക്കെ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. അടുത്ത ദിവസം വരുമ്പോ ഞാൻ പറയാം ഒരു 15,000 കേട്ടോ. ഒരു 15,000 രൂപയ്ക്കുള്ള ESI നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുന്നു കേട്ടോ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ഒന്ന് ചെയ്ത് എഴുതി കണ്ടുപിടിച്ച് വെക്കണം കേട്ടോ. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇവിടെ നിങ്ങള് ഇതിന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മള് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണ് ചോദിച്ചതെങ്കിൽ, എംപ്ലോയറുടെ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ മാത്രം ചെയ്താൽ മതി. ഓക്കെ. എംപ്ലോയറിന്റെ എത്രയാണോ അതേ ചെയ്തിട്ട് ആ എമൗണ്ട് മാത്രം ഇല്ല. അതുപോലെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണ് ചോദിക്കാം. എന്തെങ്കിലും ഒരു തുക തന്നിട്ട് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് ചോദിക്കാം. അപ്പൊ 0.75 വെച്ചിട്ട് ചെയ്യാം. ചിലപ്പോൾ ചോദിക്കുക എന്താണ് ഇത്ര തുകയ്ക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ടുപേരുടെ സെപ്പറേറ്റ് കണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം ആൻസർ കണ്ടെത്താനായിട്ട് കേട്ടോ. ഓക്കെ. പെട്ടെന്ന് നമ്മൾ ചാടി പഠിച്ച് ചെയ്ത് എംപ്ലോയറിന്റെ ആണോ, ചിലപ്പോൾ എംപ്ലോയറിന്റെ മാത്രമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ അത് മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ. ഇത്രയും മനസ്സിലാക്കിയല്ലോ. ESIനെ പറ്റി പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ ESIനെ പറ്റി പഠിക്കാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു സ്കീമിലേക്ക് കിടക്കാം. അടുത്ത സ്കീം ഏതാണെന്ന് അറിയോ? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം അഥവാ CGHS ആണ് കേട്ടോ. ഇതാണ് CGHS. അപ്പൊ നിങ്ങള് ഓരോ സ്കീമുകളും നമ്മൾ ഇങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പരസ്പരം കമ്പയർ ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഓരോ പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത PSIയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന്റെ ബെനിഫിറ്റ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് CGHS സ്കീമാണ് അഥവാ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. നമുക്ക് നോക്കാം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം അഥവാ CGHS one of the oldest health insurance schemes introduced by the government of India is currently in effect. First point ആണ് കേട്ടോ. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് CGHSന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാം. എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ആണ്. ഓക്കെ. ഈ സ്കീമിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് CGHS എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. പഴക്കമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതില് പഴക്കമുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് CGHS എന്ന് പറയുന്നത്. നിലവിലുണ്ട്. ഇപ്പോഴും അത് കറന്റ് ഇൻ ഇഫക്റ്റ് കേട്ടോ. നിലവിലുള്ളതാണ്. നോക്കാം. The scheme which was introduced in the year 1954 കേട്ടോ. എന്താണ്? അത് അടുത്ത പോയിന്റ് ആണ് കേട്ടോ. എന്താണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1954 കേട്ടോ. അതാണ് 1954 കേട്ടോ. 1954. ESI ഏതാ നമ്മൾ പറഞ്ഞത്? 1948 ആണ്. ഇവിടെ CGHS ഏതാ വർഷം? 1954 ആണ് കേട്ടോ. ഓക്കെ. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇറ്റ് പ്രൊവൈഡ്സ് ദ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ടു ദ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു സ്കീമിന്റെ ഗുണഭോക്താക്കൾ, ഈ സ്കീം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? കവറേജ് ടു ദ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരുണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്കും പെൻഷനേഴ്സിനുമായിട്ട് കവറേജ് കൊടുക്കുന്ന ഒരു സ്കീമാണിത് CGHS. നമ്മൾ പറഞ്ഞ ESI ആർക്കാണ് കവറേജ് കൊടുക്കുന്നത്?
കൂടുതലായിട്ട് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനാണ് അല്ലെ, വ്യാവസായിക തൊഴിലാളികൾക്കാണ്. അതേസമയം അവർക്കൊക്കെ കിട്ടും ശ്രീലക്ഷ്മി, സോൾജേഴ്സിനൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ നോക്കാം, അതായത് ഇവിടെ വരുമ്പോഴോ CGHS എന്ന് പറയുന്ന എന്താ വ്യത്യാസം? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സിനാണ് ഈ ഒരു ആനുകൂല്യം കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കാം, രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കേട്ടോ. പിന്നെ എന്താണ്? The large volume of beneficiaries connected with this scheme makes it a distinctive one. The scheme accompanies a range of benefits to provide the extensive coverage to the government employees or pensioners and their families. അപ്പൊ വേറൊന്നുമല്ല, സാധാരണ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാര് ഇതിന്റെ ആനുകൂല്യം ഉപയോഗിക്കുന്നവരാണ്. പിന്നെ മാത്രമല്ല ഒരുപാട് കവറേജുകള്, ഒത്തിരിയേറെ ബെനിഫിറ്റുകൾ ഈ ഒരു സ്കീം കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാർക്ക് സുഖമാണ് അല്ലെ, ഇത്രയും നല്ല സ്കീമുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സുഖമാണ് അവരുടെ കാര്യങ്ങൾ. അപ്പൊ നോക്കാം ബെനിഫിഷ്യറീസ് കേട്ടോ. ആരൊക്കെയാണ് ഈ ഒരു സ്കീമിന്റെ ഗുണഭോക്താക്കൾ? ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് പെൻഷനേഴ്സ് ആണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ പ്രത്യേകം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് നോക്കിയേ, ഓൾ സെൻട്രൽ ഗവൺമെന്റ് സർവൻസ്, എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാര്. അതുപോലെ നോക്കിയേ പെൻഷനേഴ്സ് ആൻഡ് ദയർ ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ നോക്കിയേ ഹോണറബിൾ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്, നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ കേട്ടോ, ഹോണറബിൾ മെമ്പേഴ്സ് ഓഫ് ദ MP മാര് കേട്ടോ, മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്സ്. അതുപോലെ തന്നെ ഹോണറബിൾ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഇവിടെ സുപ്രീം കോടതിയുടെയൊക്കെ ജഡ്ജസിന്. അതുപോലെ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണോമസ് ബോഡീസ് കവേർഡ് അണ്ടർ ദ CGHS. അതായത് ഈ CGHS-ന്റെ പരിധിയിൽ വരുന്ന ഓട്ടോണോമസ് ബോഡി എന്ന് വെച്ചാൽ സ്വയം ഭരണാധികാര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നമ്മുടെ JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഓട്ടോണോമസ് ബോഡീസ് ആണ്, സ്വയം ഭരണ അധികാര സ്ഥാനം, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. സ്വയം ഭരണ അധികാരമുള്ള CGHS-ന്റെ പരിധിയിലൊക്കെ വരുന്ന ഇത്തരം യൂണിവേഴ്സിറ്റികളിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അവിടുത്തെ പെൻഷനേഴ്സ്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർമർ ജഡ്ജസ് ഓഫ് ദ ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഹോണറബിൾ ഹൈക്കോർട്ട് കേട്ടോ. സുപ്രീം കോടതി, ഹൈക്കോടതിയൊക്കെ മുൻ ജഡ്ജിമാര് കേട്ടോ, മുൻ ജഡ്ജിമാർക്ക്. അതുപോലെ ഫ്രീഡം ഫൈറ്റേഴ്സ്, സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക്. പിന്നെ എന്താണ്, എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്, അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ജേർണലിസ്റ്റ് എന്ന് തുടങ്ങുന്നത് രണ്ടാമത്തെ അടുത്തൊരു പോയിന്റ് ആണ് കേട്ടോ, ഇത് ഒരുമിച്ചാണ് മാത്രം. എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ് അറിയാലോ, റെയിൽവേ ബോർഡ്, റെയിൽവേ ജീവനക്കാര്. അതുപോലെ ജേർണലിസ്റ്റ് ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ പ്രസ് അസോസിയേഷൻ, പ്രസ് അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള ജേർണലിസ്റ്റുകള്. പിന്നെ സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ദ ഡിഫൻസ് ആണ് കേട്ടോ, സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ദ ഡിഫൻസ്. അപ്പം നേരത്തെ ശ്രീലക്ഷ്മി ചോദിച്ചത് സോൾജേഴ്സിന് കിട്ടുമോ എന്നാണ് ചോദിച്ചത്. സോൾജേഴ്സ് അല്ല, സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ്. അപ്പോ സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ സോൾജേഴ്സ് അല്ല, ആർമി ഉദ്യോഗസ്ഥരല്ല ഉദ്ദേശിക്കുന്നത്. ഡിഫൻസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഈ ക്ലറിക്കൽ ഡ്യൂട്ടീസും മറ്റും ചെയ്യുന്നത് സോൾജേഴ്സ് അല്ല, ആർമി ആൾക്കാരല്ല. പക്ഷെ അതേ ആർമി വിഭാഗത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റു പല വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സസ്, ഡ്രൈവർമാര്, പിന്നെ പറയുന്ന എന്താ പറയുക കുക്കുകളൊക്കെ ഉണ്ടാവില്ലേ ഡിഫൻസിൽ തന്നെ, അവരെയാണ് നമ്മള് സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറയുന്നത് കേട്ടോ. ആർമിയിൽ അവിടെ പോയി പട്ടാളക്കാരെ എല്ലാം അവിടെ ഉദ്ദേശിക്കുന്നത്. സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അതേ ഡിഫൻസിൽ തന്നെ മറ്റു വിഭാഗ ജീവനക്കാര്, ഇപ്പൊ ഈ പറയുന്ന ഡോക്ടർമാര്, നഴ്സസ്, പിന്നെ ഈ പറയുന്ന എന്താണ് കുക്ക്, ഡ്രൈവർമാര്, ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ അല്ലേ, അങ്ങനെയുള്ളവരെയാണ് സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഡിഫൻസ് അവർക്കും ഈ പറയുന്ന CGHS-ന്റെ ആനുകൂല്യങ്ങള് ലഭിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ CGHS-ന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. പിന്നെ എന്താണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1954 1954. പിന്നെ ഇതിന്റെ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ ആരാണ്? ഓൾ സെൻട്രൽ ഗവൺമെന്റ് എന്താ പറയുക എംപ്ലോയീസും പെൻഷനേഴ്സുമാണ് അതിന്റെ ഒരു ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങള് പഠിക്കുമ്പോൾ ESI ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം. അവിടെ 1948, ഇവിടെ 1954. അവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? കൂടുതലും വ്യാവസായിക തൊഴിലാളികളാണ്. ഇവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്, പെൻഷനേഴ്സിനാണ്.
ഓക്കെ. പിന്നെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ESI എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും എംപ്ലോയറും എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, പ്രീമിയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ CGHSന് അങ്ങനെ കോൺട്രിബ്യൂഷൻ ഒന്നും കൊടുക്കണ്ട, ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. അങ്ങനെ കോൺട്രിബ്യൂഷൻ എടുത്തിട്ടല്ല, ഗവൺമെന്റ് തന്നെ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സ്കീമാണ്. ഇവരായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ. അതൊക്കെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കേട്ടോ. അതൊക്കെ പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും കേട്ടോ. അടുത്ത നോക്കുക, അണ്ടർ ദിസ് സ്കീം ദ എലിജിബിൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ക്യാൻ ഗെറ്റ് ദ ഫോളോയിങ് ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റ്. അവിടെ നമ്മൾ ESIയുടെ ബെനിഫിറ്റുകൾ എടുത്ത് പഠിച്ചില്ലേ, അതുപോലെ നമുക്ക് ഇവിടെ CGHSന്റെ ബെനിഫിറ്റുകൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സ്കീം പ്രകാരം എലിജിബിൾ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് എന്തൊക്കെയാണ് ഓക്കെ ശ്രീലക്ഷ്മി, എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ നോക്കിയേ, കവർ ഫോർ ദ PPF, ട്രീറ്റ്മെന്റ് ആൻഡ് ദ ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻസ് കേട്ടോ. ഈ ശരിക്കും പറഞ്ഞ കവർ ഫോർ PPF അത് വേണ്ട. ശരിക്കും PPF എന്ന് പറഞ്ഞാൽ വേറൊരു കൺസെപ്റ്റാണ്. അത് ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതല്ല, PF ആണത്. എന്തായാലും PPFന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് കേട്ടോ. PF വേറെയാണ്, അതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി എന്നുള്ളത് വേറൊരു ടൈപ്പാണ് PPF കേട്ടോ. PPF എന്ന് വെച്ചാൽ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഇത് നോക്കിയാൽ മതി, ട്രീറ്റ്മെന്റ് ആൻഡ് ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻസ് കേട്ടോ. മെഡിസിൻസ്, അതിന് അവരുടെ ട്രീറ്റ്മെന്റിന് മെഡിസിൻസിനും മറ്റുമുള്ള കവറേജ് എന്ത് കൊടുക്കുന്നുണ്ട്, CGHS കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കവർ ഫോർ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് അണ്ടർ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അതുപോലെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ കൺസൾട്ട് ചെയ്യുന്നതിനുള്ള കവറേജ് CGHSലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് എംപാനൽഡ് ഹോസ്പിറ്റൽസ്. അതുപോലെ ഇൻഡോർ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇൻപേഷ്യന്റ് ആയിട്ട്, അതായത് നമ്മൾ അഡ്മിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ അതിനുള്ള എക്സ്പെൻസുകളും മറ്റുമൊക്കെ കിട്ടും. പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമല്ല, എംപാനൽഡ് ഹോസ്പിറ്റൽ. എംപാനൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു CGHSന്റെ സ്കീമിന് അല്ലെങ്കിൽ ആ ഒരു ആനുകൂല്യം ലഭിക്കാനായിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള ചില ഹോസ്പിറ്റൽ ഉണ്ടാവും. അതിപ്പോ ഗവൺമെന്റ് മാത്രമല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഉണ്ടായിരിക്കും. ഓക്കെ. നമ്മുടെ കേരളത്തിൽ മെഡിസെപ്പ് കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് മെഡിസെപ്പിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. ഈ മെഡിസെപ്പില് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറെ ഹോസ്പിറ്റൽ ഉണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമല്ല, കുറെ നല്ല നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്കീം അപ്രൂവ് ചെയ്യാനായിട്ട് അവർ ഉൾപ്പെടുത്തുന്ന കുറച്ച് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, അതിനെയാണ് എംപാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് കേട്ടോ. അതിൽ ഗവൺമെന്റ് മാത്രമല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റൽസും എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അത്തരം ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും എംപാനൽഡ് ഹോസ്പിറ്റൽസിലൊക്കെ ഈ പറയുന്ന അഡ്മിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ അങ്ങനെ വരുന്ന എക്സ്പെൻസുകളൊക്കെ CGHSലൂടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, കവർ ഫോർ ദ ഫാമിലി വെൽഫെയർ സർവീസസ്. അതുപോലെ തന്നെ കുടുംബക്ഷേമ സേവനങ്ങൾക്കുള്ള അതിനുള്ള കവറേജ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല, അയാളുടെ ഫാമിലിക്കും കൊടുക്കുന്നുണ്ട്. അവരുടെ ഫാമിലി വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കവറേജുകളും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്, CGHSലൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ കവർ ഫോർ മെറ്റേണിറ്റി എക്സ്പെൻസസ് കേട്ടോ, പ്രസവ ചെലവുകൾക്കും മറ്റുമുള്ള കവറേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കവർ ഫോർ ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുഷ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ അലോപ്പതിക്ക് മാത്രമല്ലാന്ന്, ആയുർവേദിക് ട്രീറ്റ്മെന്റോ ഇനി യുനാനിയോ സിദ്ധ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള കവറേജ് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്, CGHSലൂടെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നസെന്റ്, മരിച്ചുപോയ ഇന്നസെന്റ്, അദ്ദേഹം MP ആയിരുന്നല്ലോ. അപ്പൊ MP ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് അസുഖമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കംപ്ലീറ്റ് ചെലവുകൾ ആരെ നോക്കുന്നത്, ഗവൺമെന്റ് നോക്കും. ഇങ്ങനെയുള്ള CGHS കവറേജ് ഒക്കെ അവർക്കുണ്ട്. അപ്പൊ അവർക്ക് കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കണ്ട. നിങ്ങൾക്കറിയാലോ, മെമ്പർ ഓഫ് പാർലമെന്റ്സിലൊക്കെ എന്ത് കിട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള കവറേജും മറ്റും കിട്ടുന്നുണ്ട്. ഓക്കെ. ഇനി ഇത്രയും മതി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യാണ്. എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മിലു മിസ് അതുകൊണ്ടല്ല, ഞങ്ങൾക്ക് അറിയില്ല, ആതിര മിസ് ലീവിലാണല്ലോ. അപ്പൊ ഒരുപാട് ആതിര മിസ് എടുക്കുന്ന അവറുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ മിസ്സിനെ വേറൊരു ബാച്ചിൽ കയറ്റി, അതുകൊണ്ടാണ് ജോബ് സാറിനെ ഫസ്റ്റ് അവർ ഇതാക്കിയത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലരും പല ബാച്ചിൽ എടുക്കുന്ന കാരണം കൊണ്ട്
ഒരാള് ലീവായിട്ട് കഴിയുമ്പോ മറ്റു പല ബാച്ചിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് വിരുമീസിന് വേറെ ബാച്ചിലേക്ക് ഇട്ടതാണ് കേട്ടോ. അങ്ങനെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. അതിന് മിസ്സിന് കുഴപ്പമില്ല, കുറവായിട്ടുണ്ട്. ഡിസ്ചാർജ് ചെയ്തിട്ടില്ല, പക്ഷെ അഡ്മിറ്റ് ആണ് ആള്. ഇപ്പൊ ഡിസ്ചാർജ് ചെയ്താലും എങ്ങനെയാണ് ടെസ്റ്റ് ഒക്കെ പറയുമെന്ന് അറിയില്ല, കാരണം സൗണ്ടിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ തന്നെ മെസ്സേജ് അയക്കാറുണ്ട്, കാരണം എനിക്ക് ഫോൺ വിളിച്ച് ആളെ കൊണ്ട് സംസാരിപ്പിച്ച് ബുദ്ധിമുട്ടിയിട്ടുള്ളതെന്ന് വിചാരിച്ച് വോയിസും മെസ്സേജും ഒക്കെയാണ് ഞാൻ അയക്കുന്നത്. അപ്പൊ അതിന് കുറഞ്ഞിട്ടുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഓക്കെ. അപ്പൊ വേറെ അപ്പൊ ഇത്രയും ഭാഗങ്ങള് നല്ലപോലെ വായിച്ചൊക്കെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. താങ്ക് യു.